പാർട്ട് 1 സംഭവിച്ചത്. ഇല്ലത്തെ വീട്ടിലെ കൊച്ചുമകളായ അനു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കാട്ടിലേക്ക് പോയി. അവിടെ വെച്ച് യക്ഷി പിടികൂടി. മുത്തച്ഛൻ വന്ന് അവളുടെ കയ്യിൽ ഒരു ചരട് ജപിച്ചു കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു. അനു കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഞാൻ എങ്ങും പോയിട്ടില്ല, നിന്റെ കൂടെ തന്നെയുണ്ട്. അനു തിരിഞ്ഞു നോക്കി. ആരെയും കാണുന്നില്ല. സംഭവിച്ചത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ അനു ഒരു ഞെട്ടലോടെ പരിഭ്രാന്തിയായി നിലവിളിച്ച് താഴെ കൂടി വന്നു. ഹലോ, നമസ്കാരം. ഏവർക്കും മൈവേ ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ പാർട്ട് 1 700 പരം വ്യൂവേഴ്സ് ഉണ്ട്. പക്ഷേ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല. എല്ലാവരും കൂടി ഒന്ന് ശ്രമിച്ചാലേ 200 നിന്ന് 500 സബ്സ്ക്രൈബ് കൂടുകയുള്ളൂ. അപ്പോൾ ദയവായി എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോ, അടുത്ത നോട്ടിഫിക്കേഷനായി. അപ്പോൾ പാർട്ട് 2 കഥയിലേക്ക് കടക്കാം. അനു ഓടുന്ന ഓട്ടത്തിൽ മുത്തച്ഛനെ കണ്ടതും മുത്തച്ഛ എന്ന് വിളിച്ച് അവൾ മുത്തച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്താ കുട്ടി ഉണ്ടായേ? മുത്തശ്ശൻ അവളോട് കാര്യം തിരക്കി. അനു തൻ്റെ മുറിയിൽ നടന്ന കാര്യങ്ങൾ മുത്തശ്ശനോട് വിവരിച്ചു. എന്താ കുട്ടിയെ, നിന്റെ കയ്യിൽ കെട്ടിത്തന്ന രക്ഷ എവിടെ? അനു ആ സമയം തൻ്റെ കയ്യിലേക്ക് നോക്കി. കയ്യിൽ മുത്തശ്ശൻ കെട്ടി തന്ന രക്ഷയില്ല. അനു കുളിക്കുന്ന സമയത്ത് ആ രക്ഷ കുളിമുറിയിൽ വീണുപോയിരുന്നു. അനു ആ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നതാകട്ടെ ഇപ്പോഴും. മുത്തശ്ശ, അത് കുളിക്കുമ്പോൾ വീണുപോയതായിരിക്കും. നീ എന്താ കുട്ടിയെ ആടിയേ? അശ്രദ്ധ, അത്ര തന്നെ. മുത്തശ്ശൻ അനുവിനെ ശകാരിച്ചു. ഇനി അവളുടെ സാന്നിധ്യം ഈ വീട്ടിലുണ്ടാവും. അത് പല അനർത്ഥങ്ങൾക്കും കാരണമാകും. എനക്കറിയോ പണ്ട് ഇവിടെ എന്താ നടന്നേന്ന്? മുത്തശ്ശൻ പണ്ട് നടന്ന സംഭവം അനുവിനോട് വിവരിക്കാൻ തുടങ്ങി. സൗദാമിനി, അതായിരുന്നു അവളുടെ പേര്. ചെമ്പകശ്ശേരി തറവാട്ടിലെ കുട്ടിയായിരുന്നു അവൾ. അക്കാലത്തെ ഉഗ്രപ്രതാപികളുടെ തറവാടായിരുന്നു ചെമ്പകശ്ശേരി. ഭയഭക്തി ബഹുമാനത്തോടെയായിരുന്നു നാട്ടുകാർ ആ കുടുംബത്തെ കണ്ടിരുന്നത്. ചില സംഭവവികാസങ്ങളുടെ ഫലമായി സൗദാമിനി ചെമ്പകശ്ശേരി തറവാടിൻ്റെ പേര് കളങ്കപ്പെടുത്തുമെന്ന ഭയം അവിടുത്തെ കുടുംബാംഗങ്ങൾക്കുണ്ടായി. അവർ സൗദാമിനെ ചോദ്യം ചെയ്തു. സൗദാമിനി തൻ്റെ നിലപാടിൽ ഉറച്ചുണ്ടെങ്കിലും കുടുംബാംഗങ്ങൾ സൗദാമിനെ മർദ്ദിച്ചു, പിടിച്ചു തൂണിൽ കെട്ടിയിട്ടു. ഈ ചെയ്യുന്നത് ന്യായമല്ല എന്ന് സൗദാമിനി വാദിച്ചു. എന്റെ മരണത്തിന് കാരണക്കാരായ എല്ലാവരും അനുഭവിക്കേണ്ടി വരും. അവസാനം എല്ലാവരും ചേർന്ന് സൗദാമിനി അഗ്നിക്കിരയാക്കി. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ അവൾ ഒരു ദുരാത്മാവായി മാറി. നേരം രാത്രിയായി. ചെമ്പകശ്ശേരി തറവാട് അന്ധകാരത്തിലായി. യക്ഷി ചെമ്പകശ്ശേരി തറവാട് ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചു. യക്ഷി തന്നോട് ക്രൂരത ചെയ്ത് സ്ത്രീയെ കഴുത്തു ഞെരിച്ചു. കണ്ണിൽ നിന്നും രക്തം വന്നു. അടുത്തതായി ഇളയ കാരണവരെ കഴുത്തു ഞെരിച്ചു കൊന്നു. പ്രതികാരം, അത് മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ. അതിനുശേഷം രണ്ടാമത്തെ കാരണവരെ പിടിച്ച് താടിയല് വിളിച്ച് പുറത്തിട്ടു. രക്തം ചീന്തി, രക്തം ധാരധാരയായി ഒഴുകി. അവസാനം അവൾ ചെമ്പകശ്ശേരിയിലെ മൂത്ത കാരണവരായ വീരഭദ്രന്റെ അടുത്തെത്തി. മന്ത്രത്തിലും തന്ത്രത്തിലും പ്രാവീണ്യമുള്ള ക്രൂരനായ ഒരാളാണ് വീരവർദ്ധൻ. ചെമ്പകശ്ശേരിയിലെ മൂത്ത കാരണവരായ വീരവർദ്ധനെ യക്ഷിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. യക്ഷി വീരവർദ്ധന്റെ മന്ത്രശക്തി മുന്നിൽ തോൽവി സമ്മതിച്ച് കാട്ടിലേക്ക് പോയി. പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും ഞാൻ.